ആസ്ക് ചെയ്യുന്നത് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 18 മോഡലാണ്, ഡീസൽ അതും 1.7. നല്ല മൈലേജ് കിട്ടുന്നൊരു വണ്ടി, കൂളായിട്ട് കൊണ്ടു നടക്കാം. 2021 വണ്ടിയാണ്, ഡീസൽ മാനുവൽ 4x4 ആണ്, സിംഗിൾ ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ രൂപയ്ക്ക് നിങ്ങൾക്ക് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ എമേസ് കൊണ്ടുപോകാം, പെട്രോൾ വണ്ടി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാറണ്ടിയിൽ നിങ്ങൾക്ക് കാറുകൾ വേണോ? 2 വർഷം വരെയുള്ള വാറണ്ടിയിൽ കാറുകൾ വേണമെന്നുണ്ടെങ്കിൽ നേരെ കോഴിക്കോട് കാർ ബൈക്കിലേക്ക് വന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഫറൂഖാണ്. ലൊക്കേഷൻ ഫറൂഖ് മഹീന്ദ്ര ഇറാ മോട്ടോഴ്സ് മഹീന്ദ്ര ഷോറൂം ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് കാർ ആൻഡ് ബൈക്ക് സെലക്ട് കുറച്ച് സ്റ്റോക്കുകൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ കുറച്ച് സ്റ്റോക്കേ വെക്കാൻ സാധിക്കുള്ളൂ. ഇവരുടെ യാർഡിലാണ് കൂടുതൽ വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വാഹന വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ജിതേഷ് അല്ലേ? ജിതേഷ്, സ്വാഗതം ബ്രോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റോക്ക് നല്ല ഒരുപാട് വണ്ടി സ്റ്റോക്ക് പോയിട്ടുണ്ട്. ഇപ്രാവശ്യം എങ്ങനെ സ്റ്റോക്കിന്റെ അവസ്ഥ? പുതിയ സ്റ്റോക്ക് ഒരുപാട് കയറിയിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ്? ഈ ഒരു SUV സെഗ്മെന്റ് കൂടുതലും ഡീസൽ വണ്ടി ഉണ്ട്, അധികം ഡീസൽ വണ്ടികളാണ്. ചെറിയ സ്റ്റാർട്ടിംഗ് ഏതാ ഇപ്പോൾ ഉള്ളത്? ഇയോൺ ഉണ്ട്, 2017 ഇയോൺ 17 ഇയോൺ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന വാഹനമുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ 18 ശേഷമുള്ള വണ്ടിയൊക്കെ 19 ശേഷമാണ് നമുക്ക് 2 വർഷം വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ താഴെയുള്ള 1 വർഷം വാറന്റി, 1 വർഷം. അത് എത്ര? 16 വരെ, 17 വരെ, 17 വരെ ആയിരിക്കും അല്ലേ? 26 ആയില്ലേ? 17 മുതൽ 19 വരെ. 19 വരെയുള്ള വണ്ടിക്ക് 1 വർഷം, അതിന്റെ മേലോട്ട് 2 വർഷം വാറണ്ടി. അങ്ങനെയാണ്. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാ വണ്ടിക്കും കിട്ടും. ഓക്കെ, എന്തായാലും ഇവിടുത്തെ സ്റ്റോക്ക് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. പല ടൈപ്പ് വണ്ടികളുണ്ട്, നമ്മൾ കാണിച്ചു തരാം. ഇവരുടെ കോൺടാക്ട് നമ്പർ தான் വീഡിയോ ആയിട്ട് നോക്കാനുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓക്കെ. ആദ്യ വാഹനം ഹ്യുണ്ടായുടെ ഇയോൺ ആണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വണ്ടി. 2017 വണ്ടിയാണ്, എറാ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 88,000 കിലോമീറ്റർ. 17 88,000 ഇറാ പ്ലസ് പെട്രോൾ CNG വരുന്ന വണ്ടിയാട്ടോ. CNG അഡീഷണൽ ആയിട്ട്. ഓക്കെ, അല്ലാണ്ട് തന്നെ ഒരു 17 വരെയൊക്കെ മൈലേജ് കിട്ടുന്നതാണ്. ഇതിപ്പോൾ എന്തായാലും 20, 22, 25 വരെ മൈലേജ്. ഓക്കെ, അത്രയും മൈലേജ് കിട്ടും. ചെറിയ ഒരു ഡെന്റ് ഇവിടെ ഉണ്ട് അല്ലേ? അത് നമ്മൾ ടച്ച് ചെയ്ത് ക്ലിയർ ആയി കൊടുക്കും. ഓക്കെ, അപ്പോൾ 17 ഒരു നോർമൽ ഓട്ടം തന്നെ. അത്യാവശ്യം നല്ല ടയർ ഭാഗമുണ്ട്. എന്നാലും വേറെ ഒന്നും ചെയ്യാനില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് 17 ആകുമ്പോൾ 1 ഇയർ കിട്ടുമോ വാറണ്ടി? 1 ഇയർ വാറണ്ടി കിട്ടും. 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. ഓക്കെ, ഷോറൂം വാറണ്ടി ഉണ്ട്. എത്ര ഇതിൻ്റെ ചോദ്യം? ഇപ്പോൾ നമ്മൾ 2 ലക്ഷമാണ് ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്, നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം മാക്സിമം. 2017 CNG ചെയ്ത ഇയോണാണ്. 2 ലക്ഷത്തിന് 1 വർഷത്തെ വാറണ്ടിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ ഡെൻ്റൊക്കെ ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒരു CNG വണ്ടിയാണ്. ഒന്നും നോക്കണ്ട, പെട്ടെന്ന് വന്നെടുത്തോ. ഫുൾ ഓൺ കിട്ടുമോ? മാക്സിമം സിവിലൊക്കെ ഓക്കെയാണ്, മാക്സിമം ചെയ്തെടുക്കാം. മാക്സിമം. അടുത്ത വണ്ടിയിൽ അടുത്തത് ഒരു കോമ്പാക്ട് SUV സെഗ്മെൻ്റാണ്. നെക്സോൺ KL71 നിലമ്പൂർ രജിസ്ട്രേഷൻ, ഫസ്റ്റ് ഷേപ്പ് വണ്ടി. എങ്ങനെയാണ്? 2018 ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,03,000 ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. പ്രോപ്പർ സർവീസും കാര്യം പോയ വണ്ടിയാണ്. XM ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ ക്ലെയിം ആണ്. പെട്രോൾ 1.3 പെട്രോളിൽ ഓടിയിട്ടുണ്ട്, ഓട്ടോ പോയിട്ടുണ്ട്. ഓക്കെ, പെട്രോൾ എഞ്ചിനാണ്. വലിയ പണിയൊന്നും വരാൻ ചാൻസ് ഇല്ല. സർവീസ് ഒക്കെ പ്രോപ്പർ സർവീസ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. പിന്നെ XM സെക്കൻഡ് ഓപ്ഷനാണ് ഇതിൽ വരിക. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ, പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, സേഫ്റ്റി അല്ലേ? അതെ. ഓക്കെ, മൈലേജ് ഒരു 11 to 15 വരെ പ്രതീക്ഷിക്കാം. എത്രയാണ് ചോദ്യം? എത്രയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്? 4.35 ആണ്. നോക്കിയിട്ട് നെഗോഷ്യബിൾ ആണ്. നേരത്തെ പറഞ്ഞ നെഗോഷ്യബിൾ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും പ്രൈസ് നെഗോഷ്യബിൾ ആണ്, ഒന്നും പേടിക്കേണ്ട. 4.30 2018 നെക്സോൺ മാനുവൽ പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ, അടുത്തതാ ഒരു ഹോണ്ട WRV KL76 നന്മണ്ട രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 ആണ് വരുന്നത് ഇയർ. നിലവിൽ 1,07,000 ആണ് ഓടിയത്. സിംഗിൾ ഓണർഷിപ്പിൽ നല്ല വണ്ടിയാണ്. മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ട്. പെട്രോളാ? ഡീസലാണ്. ഓക്കെ, 1.7 ഓടി. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1,04,000 സർവീസ് കഴിഞ്ഞിട്ട് മേജറും കഴിഞ്ഞ്. ഇനി നിങ്ങൾ ഒരു 2 ലക്ഷത്തിന് അടുപ്പിച്ച് മേജർ സർവീസ് ചെയ്താൽ മതി. ബാക്കി 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങൾക്ക് നോർമൽ സർവീസ് ചെയ്ത് കൊടുക്കാം. നല്ല മൈലേജ് ഉണ്ടാവും. 18 to 20, 22 ആ റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. പിന്നെ അത്ര സുഖമായിരിക്കും. ഹോണ്ടയുടെ വണ്ടിയാണ്, ഓടിക്കാനും സുഖമായിരിക്കും. ഓപ്ഷൻ ഏതായത്? ഫുൾ S മിഡിൽ ഓപ്ഷനാണ്. അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഫീച്ചേഴ്സ് ഇത്രയും വരുന്ന വാഹനമാണ്. എത്രയാണ് ചോദ്യം? നമ്മൾ 5.90 ആണ് ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 18 മോഡലാണ്, ഡീസൽ അതും 1.7.
നല്ല മൈലേജ് കിട്ടുന്നൊരു വണ്ടി, കൂളായിട്ട് കൊണ്ടു നടക്കാം. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞേക്കാണ്. ഒരു ഗ്ലാസ് മാത്രം ഇത് മാറിയിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് തന്നെ മാറിയത്, ഹിസ്റ്ററി ഉണ്ട് അല്ലേ? 1 year വാറണ്ടി. 1 year വാറണ്ടി കിട്ടുമോ? 1 lakh ഓടിയാൽ കിട്ടുമോ? 1 lakhന്റെ ബില്ലാണ് നമ്മൾ കൊടുക്കുന്നത്. RSA കാര്യങ്ങളൊക്കെ കൊടുക്കാം. RSA എന്തായാലും കിട്ടും. അടുത്തൊരു സ്വിഫ്റ്റ് KL10 മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടി. ഇത് ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ ZXi പ്ലസ്. ZXi പ്ലസ്, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, അലോയ്സ്, പുഷ് ബട്ടൺ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉള്ള വാഹനമാണ്. 2018 ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഓക്കെ, MT. ഏറ്റവും ടോപ്പിൽ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പിന്നെ മൈലേജ് ഒരു 16-18 റേഞ്ചൊക്കെ എന്തായാലും കിട്ടും അല്ലേ? സിംഗിൾ ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ. വലിയ ഓട്ടം പോയിട്ടില്ല. 18 കുറഞ്ഞ ഓട്ടം തന്നെയാണ്. 7 വർഷമായില്ലേ? 7-8 വർഷമാകാനായി. കുറഞ്ഞ ഓട്ടമാണ്. 10 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര ചോദ്യം? എത്ര? 565 ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്. 5,65,000. ഓക്കെ. 18 VXi ഓട്ടോമാറ്റിക്, സോറി VXi പ്ലസ് ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ പ്രൈസിന്. എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ബോണറ്റ് മാറിയിട്ടുണ്ട്, ചെറിയൊരു ക്ലെയിമാണ്. മേജറായിട്ട് ആക്സിഡന്റ് കാര്യമൊന്നുമില്ല, ചെറിയൊരു ക്ലെയിമിൽ മാറിയതാണ് ബോണറ്റ് മാത്രം. ഓക്കെ, ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി കമ്പനി തന്നെ ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട് അല്ലേ? അടുത്ത വണ്ടിയിൽ ഫുൾ ടൈറ്റ് ആണ് വണ്ടികൾ, ഫ്രെയിം വരെ കിട്ടുന്നില്ല. ഓക്കെ, ഐട്ടൺ ഗ്രാൻഡ് ആണ് അടുത്തത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഗ്രാൻഡ് ഐറ്റം മാഗ്ന 2018-19 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 54,000 കിലോമീറ്റർ. ഓക്കെ, മാഗ്നയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കമുള്ള ഫീച്ചേഴ്സ് വരും. 2 എയർ ബാഗും എല്ലാം ഉണ്ടാവും അല്ലേ? ഓക്കെ, സീറോ ക്ലെയിം ആണ് വണ്ടി. നമ്മൾ ആസ്ക് ചെയ്യുന്ന 3,80,000 ആണ്. അതും നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ. 1 വർഷം വാറന്റി ഉണ്ടാവും, എഞ്ചിന് ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, 18 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ മൈലേജ് ഒരു 12-15 വരെയൊക്കെ കണ്ടാൽ മതി മാക്സിമം. ഓക്കെ, പിന്നെ അത്യാവശ്യം കംഫർട്ടുള്ള ഒരു വണ്ടിയാണ്. ഫാമിലി യൂസിന് പറ്റിയ വണ്ടി. തീർച്ചയായും. വേറെ വർക്കൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിമും കാര്യമൊന്നുമില്ല. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് ഫിനാൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ 90% കൊടുക്കാം. നേരത്തെ കണ്ട സ്വിഫ്റ്റിന് ഫുൾ ലോൺ കിട്ടും. ഷിഫ്റ്റിന് നമുക്ക് നോക്കാം. സിവിലൊക്കെ ഓക്കെ ആണെങ്കിൽ 95% നമുക്ക് കിട്ടും. ചെറിയൊരു 50,000 കണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കും. 2 ഥാറുണ്ട്. ആദ്യം റെഡ് പരിചയപ്പെടാം. KL11 നമ്മുടെ കോഴിക്കോട് വണ്ടിയല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2021 വണ്ടിയാണ്. ഡീസൽ മാനുവൽ 4x4 ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ. ഓട്ടം പോയിട്ടില്ല. ഇതും വലിയ ഓട്ടം പോയിട്ടില്ല, നോർമൽ ഓട്ടം പോയിട്ടുള്ളൂ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യമൊന്നുമില്ല. ഡീസൽ 4x4 മാനുവൽ വാഹനമാണ്. 2021. 2 വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 13,50,000 ആണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം നോക്കിയിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രൈസ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇതാവണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, 13,50 ആണ് ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, വേറെ വർക്കൊന്നുമില്ല. റീപ്ലേസ് കാര്യമൊന്നുമില്ല. അതൊന്നുമില്ല. അടുത്ത വണ്ടി ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ, സോറി, ഇത് മാനുവൽ ഉണ്ട്, ഇത് ഓട്ടോമാറ്റിക് ബ്ലാക്ക് അല്ലേ? ഇതേവിടെ? KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? നമ്പറാണ് 1234 ആണ് വണ്ടി നമ്പർ വരുന്നത്. 1234 വണ്ടി. ഓക്കെ, 2021 ഡീസൽ ഓട്ടോമാറ്റിക് 4x4. ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ആണ്. ഡീസൽ മാനുവലുണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. ഏതാ വേണ്ട വെച്ചാൽ വരാം. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ? ക്ലെയിം ഒന്നുമില്ല, സീറോ ക്ലെയിം ആണ്. 2 വർഷം വാറന്റി ഉള്ള വണ്ടിയാണ്. ഓട്ടോ 75,000. ഓട്ടോ കൂടി ഉണ്ടല്ലോ. ഓക്കെ, ഇത് ഓട്ടോ കുറവാണ്, ഇത് കുറച്ച് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ല. എന്തായാലും വണ്ടിയിൽ ബ്ലാക്ക് ഥാറാണ്. നോക്കി നടക്കുന്നുണ്ടെങ്കിൽ വരാം. എത്ര നമ്മൾ 13,90 ആണ് ആസ്ക് ചെയ്യുന്നത്. അതും നെഗോഷ്യബിളാണ്. ഓക്കെ, 13,90. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 13,90. മറ്റേ മാനുവലായിരുന്നു 13,500. ഓക്കെ, അടുത്തത് കിയയുടെ സെൽട്ടോസ് ആണ്. KL77 പേരാമ്പ്ര രജിസ്ട്രേഷനാണ്. 77 77 പേരാമ്പ്ര കോഴിക്കോട് ജില്ലയാണ്. സെൽട്ടോസിന്റെ ഫസ്റ്റ് ഷേപ്പ് അല്ല? എങ്ങനെയാ? 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 14,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. അതെ, HTK+ ആണ് വേരിയന്റ് വരുന്നത്. സീറോ ക്ലെയിം ആണ് വണ്ടി. മിഡിൽ ഓപ്ഷനിൽ വളരെ ലോ കിലോമീറ്റർ ഓടിയേക്കുന്ന വാഹനമാണ്. ഇതിൽ തന്നെ അലോയ്സ് വരും, പുഷ്പട്ടം വരും. പുഷ്പട്ടം വരും, അലോയ് കാര്യങ്ങളൊക്കെ വരും. സീറ്റ് ഇൻഡക്ഷൻ ഉണ്ടാവില്ല, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ബാക്കി നമുക്ക് വേണ്ട എല്ലാ സാധനം ഇതിൽ വരുന്നുണ്ട്, ഈ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പെട്രോൾ മാനുവലാണ്. മൈലേജ് ലോങ്ങിലൊക്കെ 16 വരെ കിട്ടുന്നുണ്ടാകുന്ന പൊതുവെ പറയുന്നത് കേൾക്കുന്നത്. എന്തായാലും ടൗണിൽ നമുക്കൊരു 12-15 ഒക്കെ പറയാം ഏകദേശം. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യമൊന്നുമില്ല. ലോ കിലോമീറ്റർ ആണ്. 14,000 പ്രോപ്പർ സർവീസ് ഉണ്ട്. സർവീസ് പ്രോപ്പർ പോയ വണ്ടി. എല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കാനോ? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 9,65 ആണ്. നെഗോഷ്യബിൾ ആണ്. 65,000. ഓക്കെ, നെഗോഷ്യ ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്. 9,65 നിങ്ങൾക്ക് ലോ കിലോമീറ്റർ 2020 വണ്ടിയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുകയാണ്. ഒരു ക്ലെയിമും ഇല്ലാത്ത നല്ലൊരു വണ്ടി.
താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോൺ എത്ര കയറും? ലോൺ 90% ഫിനാൻസ് ആവില്ല. വെന്യൂ ആണ് അടുത്ത വാഹനം. KL 68 രജിസ്ട്രേഷൻ. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? 2021 എസ് ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 54,000 കിലോമീറ്റർ. പെട്രോൾ 54,000. 21 നോർമൽ ഓട്ടം തന്നെ. പെട്രോൾ അല്ലേ? വലിയ ഓട്ടം ഒന്നും പോയിട്ടില്ല. അധികം വണ്ടികൾ വലിയ ഓട്ടം പോയിട്ടില്ല അല്ലേ? അവിടെ ഫസ്റ്റ് ടയർ 1 ലക്ഷത്തിന് വില പോയതുള്ളൂ. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളൊക്കെ? ക്ലെയിം ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ മേജറായിട്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇത് കമ്പനി തന്നെ പറയുന്നതാ? അത് ഹിസ്റ്ററിയിലുണ്ട്. ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഓക്കെ. 21 എസ് അല്ലേ പറഞ്ഞത്? എസ് മിഡിൽ ഓപ്ഷൻ ആണ്. മാനുവൽ അല്ല? പെട്രോൾ മാനുവൽ. ഒരു 11-14 റേറ്റ് മൈലേജ് കിട്ടും. 1 ലിറ്റർ ടർബോ എഞ്ചിൻ അല്ലേ? എത്ര ചോദ്യം? നമ്മൾ 580 ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ് മാക്സിമം ചെയ്തത്. 21 മോഡൽ മാനുവൽ ആണ്. പെട്രോൾ 580 എസ് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. താല്പര്യമുണ്ടോ വിളിച്ചോ. പിന്നെ 5 lakhs വരെ ലോൺ കിട്ടും. മാക്സിമം ചെയ്തതാണ്. അടുത്ത വെന്യൂ ഇതെങ്ങനെ ഡീറ്റെയിൽ? 2019 സിംഗിൾ ഓണർഷിപ്പിൽ 52,000 കിലോമീറ്റർ. 19 52. ഇത് ഓട്ടം കുറവാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ ടർബോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ എല്ലാത്തിനും ഉണ്ട്. മാനുവലും ഓട്ടോമാറ്റിക് ഉണ്ട് കേട്ടോ. ഏത് SX+ ആണ് വേരിയന്റ് വരുന്നത്. ഫുൾ ഓപ്ഷൻ അല്ല ഓട്ടോമാറ്റിക്കലി? ഫുൾ ഓപ്ഷന്റെ എക്സസ് ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷന്റെ ഓട്ടോമാറ്റിക്കലി SX ഓപ്ഷൻ ഉണ്ടോ? ആ ഡൗട്ട് ഉണ്ട്. SX+ ആണെന്ന് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 19 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 52,000 കിലോമീറ്റർ. ഓക്കെ. എത്ര ചോദ്യം? നമ്മൾ 730 ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. 730 SX+ ആണ് ഓപ്ഷൻ വരുന്നത്. അത് ഫുൾ ഓപ്ഷൻ ആണ്. ഡൗട്ട് ഉണ്ട്. നിങ്ങൾ അറിയുന്നവരുണ്ട് ഒന്ന് കമന്റ് ചെയ്യുക. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 90% ചെയ്ത് കൊടുക്കാം. വേറെ വർക്കൊന്നുമില്ല? വർക്കും കാര്യങ്ങളൊന്നുമില്ല. i10 നിയോസ് KL 72 വണ്ടി എങ്ങനെ ഡീറ്റെയിൽ? 2020 ഓട്ടോമാറ്റിക് സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 35,000 കിലോമീറ്റർ. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. സിംഗിൾ ഓണർഷിപ്പ് 22,000 കിലോമീറ്റർ ഓടിയ 35,000 കിലോമീറ്റർ ഓടിയ വണ്ടി. കുഴപ്പമില്ലാത്ത ടയർ ഭാഗം കാര്യങ്ങളും മാറിയതാ? ടയർസ് ടയർ കസ്റ്റമർ മാറിയിട്ടാ? പുതിയ ടയർസ് തന്നെയല്ലേ? ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒറ്റ ഡോർ റീപ്ലേസ് ഉണ്ട്. ഏതാ? റൈറ്റ് സൈഡ് റിയർ ഡോർ. ബാക്ക് അല്ല? റൈറ്റ് ബാക്ക് റീപ്ലേസ്. അത് കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ. MT അല്ലേ ഇതില്? ഓക്കെ. MT ഗിയർ ബോക്സ് ആണ്. മൈലേജ് ഒരു 13-16 റേഞ്ച് ഒക്കെ ഏകദേശം പ്രതീക്ഷിക്കും അല്ലേ? എത്ര ചോദ്യം? നമ്മൾ 575 ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. 5.25 ലക്ഷം. 5 lakhs above ചെയ്ത് കൊടുക്കാം. ഫോക്സ് വാഗൺ പോളോ അടുത്തത്. KL 11 വണ്ടി തന്നെ. എന്തെങ്ങനെയാ മോഡൽ കാര്യങ്ങളൊക്കെ? 2014 കംഫർട്ട് ലൈൻ ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 lakh പെട്രോൾ. പെട്രോൾ. 2014 മിഡിൽ ഓപ്ഷൻ. അതായത് പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരും. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിഡിൽ ഓപ്ഷൻ ആണ്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് വണ്ടിയിലുണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? ഒരു ഡോർ മാറിയിട്ടുണ്ട്. LH റിയർ ഡോർ മാറിയിട്ടുണ്ട്. ബാക്ക്. ഓക്കെ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി പ്രോപ്പറാണ്. 1.2 പെട്രോൾ എഞ്ചിനാണ്. മൈലേജ് ഒരു 11, 14, 15 വരെയൊക്കെ കിട്ടും. നല്ല കംഫർട്ടും നല്ല സേഫ്റ്റി ഫീലോടുകൂടി ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ. പോളോ. അപ്പോൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഫുള്ള് പോളിഷ് ചെയ്ത് ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ റോഡ് സൈഡ് അതിനെക്കൊണ്ടാണ് ഭയങ്കര ഒരു പൊടിയൊക്കെ പിടിച്ച് ഇതായ പോലെ ഉണ്ടാവും. ഡെയിലി രാവിലെ വാഷ് ചെയ്യുന്നതാണ്. പിന്നെ ഹൈവേന്റെ സൈഡിൽ തന്നെ അതിനെക്കൊണ്ട് പൊടിയാവുന്നതാണ്. ഡെലിവറി സമയത്ത് ഫുൾ ബോഡി പോളിഷിങ്, ഇന്റീരിയർ ക്ലീനിങ്, എഞ്ചിൻ റൂം ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് പറ്റിയാക്കിയിട്ടാണ് കൊടുക്കുക. സാധനം അങ്ങനെ ആക്കുമ്പോഴേ വണ്ടി ലുക്ക് തന്നെ മാറി. അതന്നെ. ഓക്കെ. നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഡൗട്ട് അടിക്കണം. ഒരു പോളോ കൊടുത്തിട്ടേ കൊണ്ടുപോകാം. എത്ര പറഞ്ഞപ്പോൾ? 245 ആസ്ക് ചെയ്യുന്നത്. 2,45,000 രൂപയ്ക്ക് ഒരു പോളോ 2014 കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടി. ഓക്കെ. താല്പര്യം വിളിച്ചു. വെറും 2,70,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ എമേസ് കൊണ്ടുപോകാം. പെട്രോൾ വണ്ടി 2.25 ലക്ഷത്തിനാണ്. 15 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി കിട്ടുന്നത്. എസ് ഓപ്ഷനാണ് വാഹനം വരുന്നത്. അതായത് മിഡിൽ ഓപ്ഷൻ. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്ന വാഹനമാണ് ഇത്. ഓക്കെ. നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഡിക്കി സ്പേസുള്ള ഒരു അടിപൊളി സെഡാൻ വണ്ടി. എന്തുകൊണ്ടാണ് ഈ വില? നമുക്ക് കിലോമീറ്റർ ലേശം അധികം ഉണ്ട്. പക്ഷെ പ്രോപ്പർ സർവീസ് പോയ വണ്ടിയാണ്. നിലവിൽ 1,60,000 ഓടിയിട്ടുണ്ട്. 1.51 വരെ സർവീസ് പോയ വണ്ടിയാണ് ലാസ്റ്റ് സർവീസ്. അപ്പോൾ ലാസ്റ്റ് ഇനി ചെയ്യാനുണ്ട്. ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു ഓട്ടോ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വില. ഏകദേശം ഇതേ മോഡൽ തന്നെയാണ് എൻ്റെ വണ്ടി. ആണല്ലേ? ഓക്കെ. ഇതേ ഓട്ടം തന്നെ ഏകദേശം എത്താനായി. 1.45 ഓടി എത്താനായി. ഞാൻ പേഴ്സണലി ഓടിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ എനിക്കൊരു പണിയും കിട്ടിയിട്ടില്ല. കറക്റ്റ് സർവീസ് ചെയ്ത് ഞാനും പോയിട്ടുണ്ട്. ഓക്കെ ആണെ പ്രശ്നമില്ല അല്ലേ? കൊണ്ടുപോകാം. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യമൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോളാണ്. 12 to 16 വരെയൊക്കെ മൈലേജ് കിട്ടും. നോക്കി കണ്ടുപിടിച്ചാൽ കിട്ടും. ഓക്കെ. അപ്പോൾ ഒരു KL 11 വണ്ടിയാണ്. കോമ്പാക്ട് സെഡാൻ.
ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല സ്മൂത്തായിട്ട് വലിയ മെയിൻ്റനൻസ് പേടിക്കാണ്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഇതിനെയും പോളിഷ് ചെയ്തെടുത്താൽ ലുക്ക് മാറും. ഈ പോളിഷ് ചെയ്ത ഈ ഹെഡ്ലൈറ്റ് ക്ലിയർ ആവും കുറച്ചുകൂടെ. ക്ലിയർ ആവുമെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളിയാവും, വണ്ടി ലുക്കേ മാറും കേട്ടോ. ഓക്കെ, മിഡിൽ ഓപ്ഷനാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. ഫുൾ ഓൺ കയറോ ഇത്? മാക്സിമം ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ഇത് മാത്രമല്ല, ഇവരുടെ യാർഡിൽ വേറെ വണ്ടികളുണ്ട്. ഇത് മാത്രമല്ലാണ്ട് ഡെമോ വണ്ടികളുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ഡെമോ വണ്ടികളുണ്ട് അല്ലേ? XUV700 ഉണ്ട്, താറ് വരുന്നുണ്ട്, 3XO 400 എല്ലാം വരുന്നുണ്ട്. ഡെമോ വണ്ടീൻ്റെ ഉപകാരം അറിയാലോ, കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. ഓണർഷിപ്പ് ഫസ്റ്റ് നിങ്ങളിലേക്ക് വരാൻ പോവാണ്. അത് മാത്രമല്ല അതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ പുതിയ വണ്ടിയിൽ നിന്ന് ലക്ഷക്കണക്കിന് വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ടാവും. പുതിയ വണ്ടി ഇറക്കുന്ന വരെ ഇറക്കുകയും ചെയ്യാം. അതേ എല്ലാം ഫസ്റ്റ് ഓർഡർ നിങ്ങളാണ്, വേറെ ഒന്നുമില്ല. ഇവിടുന്ന് ടെസ്റ്റ് ഡ്രൈവ് ഡെമോ എടുത്തെന്നുള്ള കുറച്ച് ഇതേ ഉള്ളൂ. ചെറിയൊരു കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അത് എടുക്കുകയാണെങ്കിൽ അത്രയും ലക്ഷം നിങ്ങളുടെ പോക്കറ്റ് കിടക്കും. ലോണും കിട്ടും അത്രയും വേണമെങ്കിൽ, അങ്ങനെ ലോണും കിട്ടും. പിന്നെ ലോൺ എടുക്കുമ്പോൾ അത്രയും എമൗണ്ട് കുറഞ്ഞ് കിട്ടാനല്ലോ, അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിക്കാം. ഓക്കെ, അപ്പോൾ ഡെമോ വണ്ടി വേണമെന്നുണ്ടെങ്കിലും ഇവരുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കൊണ്ടൊന്നും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ.